വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് MCQs ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ടോപ്പിക്ക് ബ്ലഡ് ആൻഡ് ഫ്ലെബറ്റോമി ആണ്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലെബറ്റോമി മീൻസ്. ഫ്ലെബറ്റോമി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ കട്ടിംഗ് ഇൻ ടു വെസൽ, ഓപ്ഷൻ ബി വെയിൻ, ഓപ്ഷൻ സി ആർട്ടീരിയൽ പങ്ക്ചർ, ഓപ്ഷൻ ഡി സ്റ്റഡി ഓഫ് ബ്ലഡ് ഡ്രോയിങ്. ഫ്ലെബറ്റോമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ആൻ ഇൻസിഷൻ ഓർ പങ്ക്ചർ ഇൻ എ ബ്ലഡ് വെസൽ ഇൻ ഓർഡർ ടു കളക്ട് ബ്ലഡ് സാമ്പിൾ ഓർ പെർഫോം മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. അതായത് ഈ ബ്ലഡ് വെസലിൽ ഒരു പങ്ക്ചറോ അല്ലെങ്കിൽ ഇൻസിഷനോ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഫ്ലെബറ്റോമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യാനും അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊസീജിയർ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ വരുന്നതാണ് കട്ടിംഗ് ഇൻ ടു എ വെസൽ, ടിപ്പിക്കലി വെയിൻ. ഇവിടെ വരുന്നത് ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കട്ടിംഗ് ഇൻ ടു എ വെസലാണ്. അതായത് നമ്മൾ വെയിനിൽ ഒരു കട്ടിങ് ഉണ്ടാക്കുന്നു ടു ആക്സസ് ദ ബ്ലഡ് സ്ട്രീം. നമുക്ക് ആ ബ്ലഡ് സ്ട്രീം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, കട്ടിംഗ് ഇൻ ടു വെസൽ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഫേസ് ഓഫ് ലബോറട്ടറി വർക്ക് ഫ്ലോ ഈസ് ഫ്ലെബറ്റോമി ഇൻ? ഫ്ലെബറ്റോമിയിൽ വരുന്ന ആ ഒരു ലബോറട്ടറി വർക്ക് ഫ്ലോ ഏത് ഫേസാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ അനാലിറ്റിക്കൽ ഫേസ്, ഓപ്ഷൻ ബി പ്രീ അനാലിറ്റിക്കൽ, ഓപ്ഷൻ സി പോസ്റ്റ് അനാലിറ്റിക്കൽ, ഓപ്ഷൻ ഡി ഫോളോ അപ്പ്. ഫ്ലെബറ്റോമി എന്ന് പറയുമ്പോൾ ലബോറട്ടറി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു പേഷ്യൻറ്റിൽ നിന്നും ബ്ലഡ് ഡ്രോയിങ് ചെയ്യുക, ആ ഒരു പ്രോസസ്സാണല്ലോ ഫ്ലെബറ്റോമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അനാലിസിസിന് അല്ലെങ്കിൽ ഒരു ടെസ്റ്റിങ്, നമ്മൾ ഈ ബ്ലഡ് സാമ്പിളിൽ വെച്ചിട്ട് നടത്തുന്ന ടെസ്റ്റിങ്ങിന് മുന്നേ ആയിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ നടത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫ്ലെബറ്റോമി falls under the pre-analytical phase of the laboratory workflow, which involves all the steps taken before actual testing of the sample begins. അതായത് അപ്പോൾ ഈ ഒരു പ്രീ അനാലിറ്റിക്കൽ ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ടെസ്റ്റ്, ആ ഒരു സാമ്പിളിൻ്റെ ടെസ്റ്റിംഗ് ചെയ്യുന്നതിന് മുന്നേ നടക്കുന്ന എല്ലാ സ്റ്റെപ്പുകളും പ്രീ അനാലിറ്റിക്കൽ ഫേസിലാണ് വരുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, പ്രീ അനാലിറ്റിക്കൽ. Third question, light blue top tubes contain sodium citrate and are used to collect blood specimens for. അതായത് ഈ ഒരു സോഡിയം സിട്രേറ്റ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ലൈറ്റ് ബ്ലൂ ടോപ്പ് ട്യൂബ്സുകൾ എന്തിനു വേണ്ടിയിട്ടുള്ള ബ്ലഡ് സ്പെസിമെൻസ് ആണ് കളക്ട് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ CBCs, ഓപ്ഷൻ ബി ബ്ലഡ് കൾച്ചേഴ്സ്, ഓപ്ഷൻ സി കൊയാഗുലേഷൻ സ്റ്റഡീസ്, ഓപ്ഷൻ ഡി ബ്ലഡ് ഷുഗർ. ലൈറ്റ് ബ്ലൂ ടോപ്പ് ട്യൂബുകളിൽ സോഡിയം സിട്രേറ്റ് അടങ്ങിയിട്ടുണ്ടായിരിക്കും. അതൊരു ആൻറ്റി കൊയാഗുലൻ്റ് ആണ്. അത് ബ്ലഡിനെ ക്ലോട്ടിങ്ങിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദിസ് മേക്ക് ദം സ്യൂട്ടബിൾ ഫോർ കളക്ടിങ് ബ്ലഡ് സ്പെസിമെൻസ് ഫോർ കൊയാഗുലേഷൻ സ്റ്റഡീസ്. ഇപ്പോൾ കൊയാഗുലേഷൻ സ്റ്റഡീസിൽ വരുന്നതാണ് PT, അതായത് പ്രോത്രോമിൻ ടൈം, അതുപോലെ തന്നെ INR എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ ടെസ്റ്റുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള കൊയാഗുലേഷൻ സ്റ്റഡീസിന് ഉള്ള ബ്ലഡ് സാമ്പിൾസ് അല്ലെങ്കിൽ ബ്ലഡ് സ്പെസിമെനെ കളക്ട് ചെയ്യാൻ ഇത് സ്യൂട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഒരു ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് എത്ര ടൈമാണ് എടുക്കുന്നത് എന്ന് മെഷർ ചെയ്യുന്നു. അതുകൂടാതെ ഇത് ആ ഒരു പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ക്ലോട്ടിംഗ് എബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ആസസ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ആൻറ്റി കൊയാഗുലൻ തെറാപ്പികളുടെ എഫക്റ്റീവ്നെസ് മോണിറ്റർ ചെയ്യാനൊക്കെ ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള ഈ ഒരു സോഡിയം സിട്രേറ്റ് എന്ന് പറയുന്നത്, ഈ ട്യൂബിലുള്ള സോഡിയം സിട്രേറ്റ് ഈ ബ്ലഡിലുള്ള കാൽസ്യം അയോണുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ബൈൻഡ് ചെയ്തിട്ട് ഈ ഒരു ക്ലോട്ട് ഫോർമേഷനെ അത് പ്രിവെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്കൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള കൊയാഗുലേഷൻ ടെസ്റ്റിങ്ങിന് ഈ ഒരു ബ്ലഡ് സാമ്പിളിനെ പ്രിസർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, കൊയാഗുലേഷൻ സ്റ്റഡീസ്. Fourth question, if a tourniquet is applied for longer than 3 minutes, which of the following analyte result will most likely become falsely elevated? അതായത് നമ്മളൊരു ടൂർണിക്കറ്റ് നമ്മൾ ഒരു 3 മിനിറ്റ്സിൽ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുകയാണ് എങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ടെസ്റ്റുകളാണ് ബിക്കം
ഫോൾസ്ലി എലിവേറ്റഡ് ആയിട്ട് മാറുന്നത്? ഓപ്ഷൻ എ ഗ്ലൂക്കോസ്, ഓപ്ഷൻ ബി പൊട്ടാസ്യം, ഓപ്ഷൻ സി പ്രോട്ടീൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. 3 മിനിറ്റിൽ കൂടുതലായി ഒരു ടൂർണിക്വറ്റ് അപ്ലൈ ചെയ്യുകയാണ് എങ്കിൽ അവിടെ സ്റ്റാസിസ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ലിംബിൽ ഈഷ്മിയയും ഉണ്ടാകുന്നു. അതുവഴി എന്ത് സംഭവിക്കുന്നു? ഈ ഒരു അനലൈറ്റ് ലെവലിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോയിലും ചേഞ്ചസ് ഉണ്ടാകാൻ കാരണമാകുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഈഷ്മിക് ടിഷ്യൂവിൽ ഉള്ള ഈ ഗ്ലൈക്കോളിസിസ്, ഇൻക്രീസ്ഡ് ഗ്ലൈക്കോളിസിസ് മൂലം എന്ത് സംഭവിക്കുന്നു? ഗ്ലൂക്കോസ് ലെവൽ ബിക്കം ഫോൾസ്ലി എലിവേറ്റഡ്. അവിടെയുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഫോൾസ്ലി എലിവേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ പൊട്ടാസ്യം ലെവൽ മേ ഓൾസോ ഇൻക്രീസ് ഡ്യൂ ടു ദ റിലീസ് ഓഫ് പൊട്ടാസ്യം ഫ്രം ഡാമേജ്ഡ് സെല്ല്. അപ്പോൾ ഈ ഡാമേജ്ഡ് സെല്ലിൽ നിന്ന് പൊട്ടാസ്യത്തിൻ്റെ റിലീസ് ഉണ്ടാവുന്നത് വഴി അവിടെയും പൊട്ടാസ്യത്തിൻ്റെ ലെവൽ ഇൻക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ പ്രോട്ടീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻ ലെവൽ ബിക്കം എലിവേറ്റഡ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് വാസ്കുലർ പെർമിയബിലിറ്റി ആൻഡ് ലീക്കേജ് ഓഫ് പ്രോട്ടീൻ ഇൻ ടു ദ ബ്ലഡ്. അതായത് ഈ ഒരു വാസ്കുലർ പെർമിയബിലിറ്റി ഇൻക്രീസ് ആവുന്നത് മൂലവും അതുപോലെ തന്നെ പ്രോട്ടീൻ ലെവൽസ് അവിടെ എലിവേറ്റഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡിലോട്ട് പ്രോട്ടീൻസിൻ്റെ ലീക്കേജും ഉണ്ടാകുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ തന്നിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓൾ ഓഫ് ദ എബോ അനലൈറ്റ് റിസൾട്ട് ആർ ലൈക്ലി ടു ബിക്കം ഫോഴ്സ്ലി എലിവേറ്റഡ് വെൻ എ ടോർണിക്വറ്റ് ഈസ് അപ്ലൈഡ് ഫോർ ലോങ്ങർ ദാൻ 3 മിനിറ്റ്സ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോ. Fifth question is, lavender topped collection tubes are used for dash type of test. നമ്മൾ ഏത് ടെസ്റ്റുകൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ലാവൻഡർ ടോപ്പ്ഡ് കളക്ഷൻ ട്യൂബ്സ് ഉപയോഗിക്കുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മാൽ അബ്സോർപ്ഷൻ, ഓപ്ഷൻ ബി ഹെമറ്റോളജി, ഓപ്ഷൻ സി ഗ്യാസ്ട്രിക് ഫ്ലൂയിഡ് അനാലിസിസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ. നമ്മൾ ലാവൻഡർ ടോപ്പ്ഡ് കളക്ഷൻ ട്യൂബ്സ് നമ്മൾ ഹെമറ്റോളജി ടൈപ്പ് ഓഫ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ട്യൂബുകളിൽ ഒരു ആൻറ്റി കൊയാഗുലൻ്റ് അടങ്ങിയിട്ടുണ്ട്. അതാണ് EDTA എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് എന്തിനു സഹായിക്കുന്നു? ഈ ബ്ലഡിനെ ക്ലോട്ടിങ്ങിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം തരത്തിലുള്ള അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ട്യൂബുകൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് സെൽസ് അല്ലെങ്കിൽ ബ്ലഡ് കൗണ്ട് ടെസ്റ്റുകൾ ചെയ്യുന്നതിനും, അതായത് CBC എന്ന് ഷോർട്ടായിട്ട് പറയുന്നു. എന്താണ്? കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ടെസ്റ്റുകൾ. പിന്നെ വിച്ച് മെഷേഴ്സ്, ആ ഒരു ടെസ്റ്റിൽ എന്താ ചെയ്യുന്നത്? വിച്ച് മെഷർ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് ബ്ലഡിലുള്ള പലതരത്തിലുള്ള കമ്പോണൻസിനെ മെഷർ ചെയ്യുന്നു. അതായത് റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്, ഇവയെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ കമ്പോണൻസുകൾ തന്നെ മെഷർ ചെയ്യുകയാണ് ഈ ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ടെസ്റ്റിൽ ചെയ്യുന്നത്. അപ്പോൾ എന്താ നമ്മൾ പറയുന്നത്? ഈ ഒരു ലാവൻഡർ ടൈപ്പ് അല്ലെങ്കിൽ ലാവൻഡർ ടോപ്പ്ഡ് ട്യൂബുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് CBC പോലുള്ള ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബൈ യൂസിങ് ലാവൻഡർ ടോപ്പ്ഡ് ട്യൂബ്സ്, അപ്പോൾ നമ്മൾ ഈ ലാവൻഡർ ടോപ്പ്ഡ് ട്യൂബ്സുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ദ ബ്ലഡ് ക്യാൻ ബി പ്രിസർവ്ഡ് ഇൻ ഇറ്റ്സ് ലിക്വിഡ് സ്റ്റേറ്റ്. നമുക്ക് ഈ ബ്ലഡിനെ അതിൻ്റെ ആ ഒരു ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ നമുക്ക് പ്രിസർവ് ചെയ്യാനായിട്ട് പറ്റുന്നു. ആൻഡ് ആക്യുറേറ്റ്ലി അനലൈസ്ഡ് ഫോർ വാരിയസ് ഹെമറ്റോളജിക്കൽ പാരാമീറ്റേഴ്സ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഒത്തിരി പലതരത്തിലുള്ള ഹെമറ്റോളജിക്കൽ പാരാമീറ്റേഴ്സിനെ നമുക്ക് ആക്യുറേറ്റ്ലി അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നു. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഹെമറ്റോളജി. Sixth question, warming the antecubital space or hand prior to puncture does which of the following? Option A, increase blood flow. Option B, increase heartbeat. Option C, reduces blood flow. Option D, none of the above. നമ്മൾ ഈ ഒരു ആൻറ്റിക്യൂബിറ്റൽ സ്പേസ് അല്ലെങ്കിൽ ഈ ഒരു ഹാൻഡ് നമ്മൾ പഞ്ചർ ചെയ്യാനായിട്ട് വിചാരിച്ചിരിക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ വാം ചെയ്യുകയാണെങ്കിൽ അവിടെ ബ്ലഡിൻ്റെ ഫ്ലോ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയ വാം ചെയ്യുമ്പോൾ അവിടെയുള്ള ബ്ലഡ് വെസൽസ് എല്ലാം ഡൈലേറ്റഡ് ആവുന്നു. അങ്ങനെ കുറച്ചുകൂടി ബ്ലഡ്, അതായത് അതിലൂടെ ആ ഡൈലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ബ്ലഡ് വെസൽസിലൂടെ മോർ ബ്ലഡ് ഫ്ലോ ചെയ്യാനായിട്ട്
തുടങ്ങുന്നു. അങ്ങനെ ഈ ഒരു ഇൻക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ക്യാൻ മേക്ക് ഇറ്റ് ഈസിയർ ടു ഫൈൻഡ് എ സ്യൂട്ടബിൾ വെയിൻ. നമുക്ക് ആ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള വെയിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നു. പഞ്ചർ ചെയ്യാനുള്ള സ്യൂട്ടബിൾ വെയിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നു. ആൻഡ് ക്യാൻ ഓൾസോ ഇംപ്രൂവ് ദ ആക്യുറസി ഓഫ് ബ്ലഡ് ടെസ്റ്റ് ബൈ എൻഷുറിങ് ആൻ അഡീക്വേറ്റ് സാമ്പിൾ സൈസ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ്ഡ് ആവുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. നമുക്ക് പഞ്ചർ ചെയ്യാനുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സൈറ്റിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നു. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അഡ്യൂക്കേറ്റ് ആയിട്ടുള്ള സാമ്പിൾ നമുക്ക് കിട്ടുന്നതിനും ഇത് സഹായിക്കുന്നു. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഇൻക്രീസസ് ബ്ലഡ് ഫ്ലോ. 7th question, വാട്ട് കളർ ടോപ്ഡ് ട്യൂബ് വുഡ് യു ഡ്രോപ്പ് ബ്ലഡ് ഷുഗർ ഇൻ? ബ്ലഡ് ഷുഗർ നമ്മൾ നോക്കുന്നതിന്, കളക്ട് ചെയ്യുന്നതിന്, അപ്പോൾ ആ ഒരു ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്നതിന് നമ്മൾ ഏത് കളർ ടോപ്ഡ് ആയിട്ടുള്ള ട്യൂബാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ബ്ലാക്ക്, ഓപ്ഷൻ ബി ഗ്രേ, ഓപ്ഷൻ സി വൈറ്റ്, ഓപ്ഷൻ ഡി റെഡ്. ഗ്രേ ടോപ്ഡ് ആയിട്ടുള്ള ട്യൂബ്സ് ആണ് നമ്മൾ ഈ ഒരു ഗ്ലൂക്കോസ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് സാമ്പിൾസ് ഡ്രോ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. എന്താ പറഞ്ഞിരുന്നത്? ഈ ഒരു ട്യൂബിൻ്റെ കളർ എന്ന് പറയുന്നത് അതിൽ ആഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിലുള്ള അഡിക്റ്റീവിനെയോ അല്ലെങ്കിൽ ആൻറ്റി കൊയാഗുലൻറ്റിനെയോ ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് നെസസറി ഫോർ ആക്യുറേറ്റ് ബ്ലഡ് ഷുഗർ ടെസ്റ്റിംഗ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഗ്രേ. 8th question, വാട്ട് ഷുഡ് യു ഇൻക്ലൂഡ് ഓൺ ദ ലേബൽ ഓഫ് ദ ട്യൂബ് ഓഫ് ദ ബ്ലഡ്? ഈ ബ്ലഡ് നമ്മൾ കളക്ട് ചെയ്യുന്ന ആ ട്യൂബിൽ ഒരു ലേബൽ വെക്കുന്നുണ്ട്. അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ പേഷ്യൻ്റ് നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്, ഓപ്ഷൻ ബി ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ഡ്രോ, ഓപ്ഷൻ സി യുവർ ഇനീഷ്യൽസ്, ഓപ്ഷൻ ഡി പേഷ്യൻസ് റെസിഡൻഷ്യൽ അഡ്രസ്സ്. നമ്മളിവിടെ ചെയ്യുന്നത് ഈ ഒരു ലാബിൽ, ട്യൂബിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ലാബിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പേഷ്യൻറ്റിൻ്റെ നെയിം ഉണ്ടായിരിക്കണം, അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കണം. ആസ് ദിസ് ഈസ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ, അതായത് നമുക്ക് ആ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷന് ആവശ്യമായിട്ടുള്ളൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. ആ ഒരു പേഷ്യൻറ്റിൻ്റെ നെയിമും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും അതിലുണ്ടായിരിക്കണം. അഡീഷണലി ദ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ഡ്രോ ഷുഡ് ബി ഇൻക്ലൂഡഡ് ടു ട്രാക്ക് ദ ടൈം ലൈൻ ഓഫ് ദ ബ്ലഡ് സാമ്പിൾ. പിന്നെ അഡീഷണലായിട്ട് നമ്മൾ അതിൽ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അവിടുത്തെ ആ ഒരു പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് നമ്മൾ എപ്പോഴാണ് ഡ്രോ ചെയ്തിട്ടുള്ളത്, ആ ഒരു ഡേറ്റും ആ ഒരു ടൈമും അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ആ ബ്ലഡ് സാമ്പിളിന് ടൈം ലൈൻ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. കൂടാതെ അതിൽ ഇനീഷ്യൽസ് കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ട്രേസബിലിറ്റിയും അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റിക്കും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇനീഷ്യൽസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് പേഷ്യൻറ്റിൻ്റെ റെസിഡൻഷ്യൽ അഡ്രസ്സുകൾ നമ്മൾ കൊടുക്കണമെന്നാണ്. പക്ഷേ അതിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ആ ഒരു പ്രൈവസി റെഗുലേഷനെ അത് പൊട്ടൻഷ്യലി വയലേറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കും. സോ ദ ക്വസ്റ്റ്യൻ്റെ ഈ ഒരു ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ബി, സി ആണ്. 9th question ആണ്, ഗ്രേ ടോപ്ഡ് ട്യൂബ്സ് കണ്ടെയ്ൻ എ കെമിക്കൽ ദാറ്റ്. അതായത് ഈ ഗ്രേ ടോപ്ഡ് ആയിട്ടുള്ള ട്യൂബ്സിൽ ഒരു കെമിക്കൽ ഉണ്ടായിരിക്കും. ആ കെമിക്കൽ എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻ എ സ്റ്റോപ്പ് ദ ആക്ഷൻ ഓഫ് ഇൻസുലിൻ ഓൺ ഗ്ലൂക്കോസ്, ഓപ്ഷൻ ബി പ്രിവെൻറ്റ്സ് ദ ബ്ലഡ് ഫ്രം ക്ലോട്ടിംഗ്, ഓപ്ഷൻ സി ക്ലോട്ട് ദ ബ്ലഡ് ഫാസ്റ്റർ, ഓപ്ഷൻ ഡി ഇൻക്രീസസ് ബ്ലഡ് പ്രഷർ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രേ ടോപ്ഡ് ട്യൂബ്സിൽ ഒരു കെമിക്കൽ ഉണ്ട്. അത് ചെയ്യുന്നത് ഈ ഒരു ഗ്ലൂക്കോസിലുള്ള ഇൻസുലിൻ്റെ ആക്ഷനെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ആൻസർ കിട്ടണമെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രേ ടോപ്ഡ് ആയിട്ടുള്ള ട്യൂബുകൾ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഗ്ലൂക്കോസിലുള്ള ഇൻസുലിൻ്റെ ആക്ഷനെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിലുള്ള കെമിക്കൽസ് സഹായിക്കുന്നത്. ദിസ് മീൻസ് ദാറ്റ് വെൻ ബ്ലഡ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രേ ടോപ്ഡ് ട്യൂബ്സിൽ ബ്ലഡ് കളക്ട് ചെയ്യുമ്പോൾ ഇതിലുള്ള കെമിക്കൽ എന്ത് ചെയ്യുന്നു? ഇൻസുലിൻ്റെ ആക്ടിവിറ്റീനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. എ ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ റെഗുലേറ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, സ്റ്റോപ്പ് ദ ആക്ഷൻ ഓഫ് ഇൻസുലിൻ ഓൺ ഗ്ലൂക്കോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10th question, വിച്ച് ഈസ് ദ കറക്റ്റ് ഓർഡർ ഫോർ ഡ്രോയിങ് ബ്ലഡ്? ഓപ്ഷൻ എ യെല്ലോ, ഗ്രേ, ലാവൻഡർ, ടൈഗർ ടോപ്ഡ്. ഓപ്ഷൻ ബി ടൈഗർ ടോപ്ഡ്, ലാവൻഡർ, ഗ്രേ. ഓപ്ഷൻ സി യെല്ലോ, ലാവൻഡർ, ടൈഗർ.
Option D, none of these. The correct order for drawing blood is tiger topped, lavender, grey. This is because ഇതിന് കാരണം ടൈഗർ ടോപ്ഡ് ട്യൂബ്സുകൾ യൂസ് ചെയ്യുന്നത് സെറം പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ്. ലാവൻഡർ ട്യൂബ്സ് യൂസ് ചെയ്യുന്നത് ഹെമറ്റോളജി ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. ആൻഡ് ഗ്രേ ട്യൂബ്സ് ആണെങ്കിൽ അവ യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കോസ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ടൈഗർ ടോപ്ഡ്, ലാവൻഡർ, ഗ്രേ. 11th question, which is the most important tool during venipuncture? വെനിപഞ്ചർ ചെയ്യുന്ന സമയത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂള് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, നീഡിൽ. ഓപ്ഷൻ ബി, എ സിറിഞ്ച്. ഓപ്ഷൻ സി, എ കമ്പ്യൂട്ടർ. ഓപ്ഷൻ ഡി, ട്യൂബ്സ്. ഇതിൽ നമുക്കറിയാം ഈ ഒരു വെനിപഞ്ചർ ചെയ്യുന്ന സമയത്ത് നീഡിലാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത്. കാരണം നീഡിൽ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് വെയിനിൽ പഞ്ചർ ചെയ്യാനും അതുപോലെ തന്നെ ബ്ലഡ് കളക്ട് ചെയ്യാനും നമുക്ക് പറ്റുന്നത്. കൂടാതെ ഇത് നമുക്ക് ഒരു ബ്ലഡിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ആ ഒരു കളക്ഷൻ പ്രോസസ്സിലുള്ള ആക്യുറസി എൻഷുർ ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, നീഡിൽ. 12th question, what is venipuncture? Option A, it is the process of obtaining intravenous access for the purpose of intravenous therapy or for blood sampling. Option B, it is the process of being able to identify a good vein. Option C, it is the process of drawing enough blood for test. Option D, it is the process of giving blood test resulting in record time. വെനിപഞ്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലഡ് സാമ്പിളിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻട്രാവീനസ് തെറാപ്പിക്ക് വേണ്ടിയിട്ടോ അത്തരം പർപ്പസുകൾക്ക് വേണ്ടി നമ്മൾ ഇൻട്രാവീനസ് ആക്സസ് ഒബ്റ്റെയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വെനിപഞ്ചർ എന്ന് പറയുന്നത്. ഇതിൽ നടക്കുന്ന പ്രോസസ്സുകൾ നമ്മളൊരു വെയിനിലോട്ട് ബ്ലഡ് കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഈ മെഡിറ്റേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു ബ്ലഡ് സ്ട്രീമിലോട്ട് ഫ്ലൂയിഡുകൾ ഡയറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വെയിനിലോട്ട് ഒരു നീഡിൽ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോമൺ മെഡിക്കൽ പ്രൊസീജിയറാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് അഡ്മിനിസ്റ്ററിങ് മെഡിക്കേഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡിക്കൽ പ്രൊസീജിയർ യൂസ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. 13th question, ഹൗ ആർ പീപ്പിൾസ് ട്രെയിൻ ടു ഡ്രോ ബ്ലഡ് കോൾഡ്? അതായത് നമ്മൾ ബ്ലഡ് ഡ്രോ ചെയ്യാനുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള പീപ്പിൾസിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, വോളണ്ടിയേഴ്സ്. ഓപ്ഷൻ ബി, ഫ്ലബോട്ടോമിസ്റ്റ്. ഓപ്ഷൻ സി, നേഴ്സ്. ഓപ്ഷൻ ഡി, ഡോക്ടേഴ്സ്. അപ്പം നമുക്കറിയാം അല്ലേ, ബ്ലഡിനെ ഡ്രോ ചെയ്യുന്ന ആൾക്കാർ, അതായത് ഫ്ലബോട്ടോമിസ്റ്റ് ആണ് ഈ ഒരു ട്രെയിൻഡ് പ്രൊഫഷണൽസ് who specialized in drawing blood from patients. They undergo specific training. ഇവർക്ക് ഒത്തിരി സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ്ങിനൊക്കെ ഇവർ വിധേയമാകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ടു ലേൺ പ്രോപ്പർ ടെക്നിക്സ് ഫോർ വെനിപഞ്ചർ വിച്ച് ഇൻവോൾവ്സ് ഇൻസേർട്ടിങ് എ നീഡിൽ ഇൻ ടു ദ വെയിൻ ടു കളക്ട് ബ്ലഡ് സാമ്പിൾ ഫോർ ടെസ്റ്റിംഗ് ഓർ ഡൊണേഷന് വേണ്ടിയിട്ടോ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെയിനിലോട്ട് നീഡിൽ ഇൻസേർട്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒത്തിരി പ്രോപ്പറായിട്ടുള്ള ടെക്നിക്കുകളൊക്കെ ഇവർക്ക് അതിലൊക്കെ ഉള്ള ഒരു സ്പെസിഫിക് ട്രെയിനിങ്ങുകൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നേഴ്സും ഡോക്ടേഴ്സും ഒക്കെ ഈ ഒരു ബ്ലഡ് ഡ്രോ ചെയ്യുന്നതിൽ ട്രെയിൻഡ് ആണ് എങ്കിലും ഈ ഫ്ലബോട്ടോമിസ്റ്റുകൾക്കാണെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. ആൻഡ് ഫോക്കസ് ഓൺലി ഓൺ ദിസ് skills. So the correct answer is phlebotomist. 14th question is, what animal was once used to draw blood on patient? പേഷ്യൻസിൽ ബ്ലഡിനെ വൺസ് യൂസ് ചെയ്യുക, അതായത് വൺസ് ഡ്രോൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എനിമൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, വേംസ്. ഓപ്ഷൻ ബി, ബാറ്റ്സ്. ഓപ്ഷൻ സി, ലീച്ചസ്. ഓപ്ഷൻ ഡി, സ്നേക്സ്. അപ്പോൾ ലീച്ചസിനെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ലീച്ചസ്. 15th question is, when are heel sticks used to draw blood?
എപ്പോഴാണ് ഈ ഹീൽ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്? ഈ ബ്ലഡിനെ ഡ്രോ ചെയ്യാനായിട്ട് എപ്പോഴാണ് ഹീൽ സ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, ടു ഡ്രോ ബ്ലഡ് ഫ്രം ഇൻഫൻസ്. ഓപ്ഷൻ ബി, ടു റീഡ് റിസൾട്ട്. ഓപ്ഷൻ സി, ടു ക്ലീൻ അപ്പ് വർക്കിംഗ് ഏരിയാസ്. ഓപ്ഷൻ ഡി, ടു മെഷർ ദ ബ്ലഡ് ടെമ്പറേച്ചർ. ഹീൽ സ്റ്റിക്കുകൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഫൻറ്റിൽ നിന്നും ബ്ലഡ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു മെത്തേഡ് കോമൺലി യൂസ് ചെയ്യുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ലെസ് ഇൻവാസീവ് ആണ്, അതുപോലെ തന്നെ ലെസ് പെയിൻഫുൾ ആയിരിക്കും ആസ് കമ്പയർഡ് ടു അതർ മെത്തേഡ് ഓഫ് ഡ്രോയിങ് ബ്ലഡ്. ദ ഹീൽ ഓഫ് ദ ഇൻഫൻറ്റ് ഈസ് പ്രിക്ക്ഡ് വിത്ത് ലാൻസെറ്റ് ആൻഡ് സ്മോൾ എമൗണ്ട് ഓഫ് ബ്ലഡാണ് അവിടെ കളക്ട് ചെയ്യുന്നത് ഫോർ വാരിയസ് ടെസ്റ്റസ് ആൻഡ് സ്ക്രീനിങ്സിന്. പിന്നെ ഈ ഹീൽ സ്റ്റിക്ക് എന്ന് പറയുന്നത് പർട്ടിക്കുലർലി യൂസ്ഫുൾ ഇൻ ന്യൂ ബോൺസ് ആൻഡ് യങ് ഇൻഫൻറ്റിലൊക്കെയാണ്. കാരണം എന്താ വെച്ചാൽ അവരുടെ വെയിൻസ് സ്മോൾ ആയിരിക്കും, അതുപോലെ ഡെലിക്കേറ്റ് ആയിരിക്കും, മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഡ്രോ ബ്ലഡ് യൂസിങ് അതർ മെത്തേഡ്സ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, ടു ഡ്രോ ബ്ലഡ് ഫ്രം ഇൻഫൻസ്. 16th question. What tool is used to safely contain blood from the patient to the lab? Option A, a tube. Option B, a bottle. Option C, a syringe. Option D, a thermometer. ട്യൂബാണ് നമ്മളിവിടെ സേഫ്ലി കണ്ടെയ്ൻ ബ്ലഡ് ഫ്രം എ പേഷ്യൻറ്റ് ടു ദ ലാബ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ് എ ക്ലോസ്ഡ് ആൻഡ് സ്റ്റെറൈൽ എൻവറോൺമെൻറ്റ് ഫോർ ദ ബ്ലഡ് സാമ്പിൾ. അപ്പോൾ എന്താണ്, ട്യൂബാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ അത് ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള എൻവറോൺമെൻറ്റ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബ്ലഡ് സാമ്പിളിന് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ ട്യൂബ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിസൈൻ ടു പ്രിവെൻറ്റ് എനി കണ്ടാമിനേഷൻ ഓർ ലീക്കേജ് ഓഫ് ദ ബ്ലഡ് ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ. അതുകൂടാതെ ഇറ്റ് ഓൾസോ അലോ ഫോർ ഈസി ഹാൻഡ്ലിംഗ് ആണ്, നമുക്ക് കുറച്ചുകൂടി ഉപയോഗിക്കാൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. സ്റ്റോറേജ് ഓഫ് ബ്ലഡ് സാമ്പിൾ എന്ന് പറയുന്നത് അൺടിൽ ഇറ്റ് റീച്ചസ് ദ ലാബ് ഫോർ ടെസ്റ്റിങ്. അപ്പം ലാബിലോട്ട് അത് ടെസ്റ്റ് ചെയ്യാൻ എത്തുന്നത് വരെ നമുക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. പിന്നെ ഈ ട്യൂബാണ് കോമൺലി യൂസ് ചെയ്യുന്നത്, ഒരു മെഡിക്കൽ സെറ്റിങ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ്. So the answer is option A, a tube. 17th question. What is the first thing a phlebotomist should do before drawing blood from a patient? ഒരു പേഷ്യൻറ്റിൽ നിന്നും ബ്ലഡ് ഡ്രോയിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു ഫ്ലെബോട്ടോമിസ്റ്റ് ചെയ്യേണ്ട ഫസ്റ്റ് തിങ് എന്താണ്? ഇനി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് എ, ക്ലീനിങ് ദ പേഷ്യൻറ്റ്സ് forearm. Option B, properly identifying the patient. Option C, making sure the patient is not nervous. Option D, calling the patient. നമ്മൾ ഒരു പേഷ്യൻറ്റിൽ നിന്നും ബ്ലഡ് ഡ്രോയിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ആ ഒരു ഫ്ലെബോട്ടോമിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് തിങ് ആണ് പ്രോപ്പർലി ഐഡൻറ്റിഫൈയിങ് ദ പേഷ്യൻ്റ്. ആ പേഷ്യൻറ്റിനെ കുറിച്ച് കറക്റ്റായിട്ട് പ്രോപ്പർലി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇറ്റ് ഈസ് ദ ക്രൂഷ്യൽ, അതൊരു ക്രൂഷ്യലാണ്. കാരണം ടു എൻഷുർ ദാറ്റ് ദ ബ്ലഡ് സാമ്പിൾ ഈസ് കളക്റ്റഡ് ഫ്രം ദ കറക്റ്റ് പേഷ്യൻറ്റ്, പ്രിവെൻറ്റിംഗ് എനി പൊട്ടൻഷ്യൽ മിക്സ് അപ്സ് ആൻഡ് എറേഴ്സ് ഇൻ ദ ലബോറട്ടറി. അതായത് നമ്മൾ ആ ബ്ലഡ് ഒരു കറക്റ്റായിട്ടുള്ള പേഷ്യൻറ്റിൽ നിന്നാണോ കളക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അതൊരു ലബോറട്ടറിയിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ മിക്സപ്പുകളെ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ ലാബിലുണ്ടാവുന്ന എറേഴ്സിനെ തടയാനൊക്കെ ആയിട്ട് അത്രയും ക്രൂഷ്യലായിട്ടുള്ള ഒന്നാണ് പ്രോപ്പർലി ഐഡൻറ്റിഫൈയിങ് ദ പേഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്? ഒരാളെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ആ ഒരാളുടെ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം, വെരിഫൈയിങ് ദെയർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് അതർ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും നമ്മൾ അറിഞ്ഞിരിക്കണം, സച്ച് ആസ് യൂണിക് ഐഡൻറ്റിഫയർ ഓർ മെഡിക്കൽ റെക്കോർഡ് നമ്പർ. ദിസ് സ്റ്റെപ്പ് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദ പേഷ്യൻ്റ് സേഫ്റ്റി ആൻഡ് ആക്യുറസി ഇൻ ദ ഹെൽത്ത് കെയർ സെറ്റിങ്സ്. സോ ദ ആൻസർ ഈസ് option B, properly identifying the patient. 18th question. What is the second thing a phlebotomist should do before drawing blood from a patient? അപ്പോൾ ഒരു പേഷ്യൻറ്റിൽ നിന്ന് ബ്ലഡ് ഡ്രോ ചെയ്യുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ദ ടെസ്റ്റസ്. ഓപ്ഷൻ ബി, റീഡിംഗ് ദ ടെസ്റ്റ്.
ഓപ്ഷൻ സി ആസ്കിങ് ദ പേഷ്യൻറ്റ് വാട്ട് ദേ ആർ ദർ ഫോർ. ഓപ്ഷൻ ഡി ആസ്കിങ് ദ പേഷ്യൻറ്റ് ടു ബ്രീത്ത് ഹാർഡ്. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻ്റർപ്രറ്റിംഗ് ദ ടെസ്റ്റ്. അതാണ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്നത് റിവ്യൂയിങ് ദ പേഷ്യൻസ് മെഡിക്കൽ റെക്കോർഡ്സ് റിവ്യൂ ചെയ്യാം. അണ്ടർസ്റ്റാൻഡിങ് ദ സ്പെസിഫിക് ടെസ്റ്റ് ഹാവ് ബീൻ റിക്വസ്റ്റഡ്. ഏത് ടെസ്റ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ മനസ്സിലാക്കാം. ആൻഡ് എൻഷുറിങ് ദാറ്റ് ദ അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ആർ ബീയിങ് പെർഫോംഡ്. കറക്റ്റായിട്ടുള്ള ടെസ്റ്റ് ആണോ അവിടെ പെർഫോം ചെയ്യുന്നത് നമുക്ക് എൻഷുർ ചെയ്യാനും പറ്റുന്നുണ്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, the test. 19th question, what is the third duty of a phlebotomist? അപ്പോൾ ഒരു ഫ്ലബോട്ടോമിസ്റ്റിൻ്റെ തേർഡ് ഡ്യൂട്ടി എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡ്രോയിങ് ബ്ലഡ് ഫ്രം ദ കറക്റ്റ് ട്യൂബ്സ്. ഓപ്ഷൻ ബി calling for assistance. ഓപ്ഷൻ സി asking the patient to sit straight. ഓപ്ഷൻ ഡി verifying the labels on the tubes. അപ്പോൾ ഇവിടെയുള്ള ആ ഫ്ലബോട്ടോമിസ്റ്റിൻ്റെ തേർഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ബ്ലഡ് ഇൻ ടു ദ കറക്റ്റ് ട്യൂബ്, അതായത് ഡ്രോവിങ് ബ്ലഡ് ഇൻ ടു ദ കറക്റ്റ് ട്യൂബ്, കറക്റ്റ് ട്യൂബിലോട്ട് ബ്ലഡ് ഡ്രോ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടാസ്ക് അത്യാവശ്യം ക്രൂഷ്യലായിട്ടുള്ള ഒന്ന് തന്നെയാണ്. കാരണം ഇത് എൻഷുവർ ദാറ്റ് ദ ബ്ലഡ് സാമ്പിൾസ് ആർ പ്രോപ്പർലി കളക്റ്റഡ് ആൻഡ് ലാബിൾഡ് ഫോർ ആക്യുറേറ്റ് ടെസ്റ്റിംഗ് ആൻഡ് അനാലിസിസ്. അതായത് ഒരു ടെസ്റ്റിൻ്റെ ആക്യുറേറ്റ് ടെസ്റ്റിങ്ങിനും അനാലിസിസിനും വേണ്ടിയിട്ട് നമ്മളെന്ത് ആ ഒരു ബ്ലഡ് പ്രോപ്പർലി കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് എൻഷുർ ചെയ്യാനുള്ളതാണ് ഈ ഒരു തേർഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ട്യൂബുകളൊക്കെ യൂസ് ചെയ്യുന്നത് വഴി ഈ ഒരു ഫ്ലബോട്ടോമിസ്റ്റിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഒരു കണ്ടാമിനേഷനും അതുപോലെ തന്നെ മിക്സപ്പിനെയും ഈ സാമ്പിളിൻ്റെ മിക്സപ്പിനെയും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എങ്ങാനും കണ്ടാമിനേഷൻ മിക്സപ്പ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ വിച്ച് കുഡ് ലീഡ് ടു ഇൻകറക്റ്റ് റിസൾട്ട്, അതൊരു ഇൻകറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് നൽകുന്നത്. ആൻഡ് പൊട്ടൻഷ്യലി ഹാം ദ പേഷ്യൻറ്റ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്കൊരു തെറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പേഷ്യൻറ്റിന് കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഡയഗ്നോസിസ് എന്ന് പറയുന്നതും തെറ്റായിരിക്കും അല്ലേ. ദസ് ദിസ് ഡ്യൂട്ടി ഇസ് റിക്വയർസ് പ്രിസിഷൻ ആൻഡ് അറ്റൻഷൻ to detail to maintain the integrity of the test of the blood samples and ensure the reliability of the test result. So the answer is option A, drawing blood into the correct tube. നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ടോപ്പിക്കിൽ നിന്നും വന്നേക്കാവുന്ന വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതും ചെയ്തതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.